തങ്ങൾ ഖുർആൻ ഓതുന്ന ആളെ കുറിച്ചും ഓതാത്ത ആളെ കുറിച്ചും 4 ഉദാഹരണങ്ങളാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. 4 ഉദാഹരണം. റസൂൽ പറഞ്ഞു, മസലുൽ ഖുർആൻ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ഉപമ, ഉദാഹരണം ഏതുപോലെയാണ്? തങ്ങൾ പറഞ്ഞു, മസലുൽ ഓറഞ്ച് പോലെയാണ്. ഓറഞ്ച് പോലെയാണ്. എപ്പോഴും ഖുർആൻ ഓതുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, ഓന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ്. ഓറഞ്ച് പോലെയാണെന്ന് പറയാൻ കാരണം അഭിമായ തങ്ങൾ തന്നെ വിവരിച്ചു, ഓറഞ്ചിയുടെ സ്മെല്ലുണ്ടല്ലോ, വാസന, നല്ല വാസന. ആർക്കും അത് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വാസനയാണ് ഇതിന്റെ വാസന. ഓറഞ്ചിന്റെ മനം പറ്റാത്ത ആളുകൾ നല്ല മണം, ആസ്വദിക്കാൻ പറ്റിയ ഒരു വാസന മാത്രമാണോ? അല്ല. റസൂൽ പറഞ്ഞു, അതിന്റെ ഉള്ളിലുള്ള ആ ഓറഞ്ചിയുടെ ടേസ്റ്റോ അതിന്റെ രുചിയോ അത് തയ്യവും നല്ലതാ. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഖൽബ് നന്നായിരിക്കും. ഖൽബ് നന്നാവുന്നത് മാത്രമല്ല, ഈ ഖൽബ് നന്നാവുമ്പോൾ അവന്റെ എല്ലാ സ്വഭാവങ്ങളും ആളുകൾ മുഴുവൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവം. അവന്റെ ഉള്ളിൽ കുശുമുണ്ടാവൂല, കുറുമുണ്ടാവൂല, പിന്നെ കിബറുണ്ടാവൂല, ചതി ഉണ്ടാവൂല, പക ഉണ്ടാവൂല. നല്ല സ്വഭാവം, ആരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം. ഇതുപോലെ പറഞ്ഞു, ഇതിന്റെ പുറത്തും പുറവും ആളുകൾക്ക് ഇഷ്ടമാണ്, അതിന്റെ ഉള്ളും ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ രണ്ടാമതായി ഞങ്ങൾ പറഞ്ഞു, മസലുൽ മുഅ്മിൻ അല്ലദീ ലാ യഖറഉൽ ഖുർആൻ. ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിന്റെ ഉപമ ഏതുപോലെയാണ്? ഖുർആൻ ഓതാത്ത മുഅ്മിനീങ്ങൾ. നമ്മളെ കുറിച്ച് പറയാം, അല്ലെ? നമ്മളെ കുറിച്ച് പറയാം. അപ്പൊ മുഅ്മിനീങ്ങളാണ്. ഖുർആനോട് ഭയങ്കര താല്പര്യം കുറവാണ്, ഖുർആൻ ഓതൽ കുറവാണ്. റമദാനിന്റെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ റഹ്മത്തിന്റെ 10 ചിലപ്പോ അത്തരത്തിൽ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ജുസ് ഓതിയ ആളുകൾ ഉണ്ടാവും. പിന്നെ മഹത്തുരത്തിന് 10 പിന്നെ നമ്മുടെ ആ എനർജി കുറഞ്ഞ് അത്തം കുറയും, ജുസ് കുറയും. അങ്ങനെ പിന്നെ ഈദത്തിന്റെ 10 കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ വീണ്ടും കൂട്ടിയും. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ മുഅ്മിനീങ്ങളാണ്. പക്ഷെ എന്തില്ല, ഖുർആൻ ഓതൽ കുറവാണ്. മസലുൽ മുഅ്മിൻ അല്ലദീ ലാ യഖറഉൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ ഏതുപോലെയാണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതെങ്ങനെയാണ് പറയുന്നത്? എന്താ പറഞ്ഞത്? ഏതുപോലെയാണ്? കാരക്ക പോലെയാണ്. കാരക്ക പോലെയാണ്. ഈത്തപ്പഴം, കാരക്ക എന്തെടുത്തോളൂ അതുപോലെയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞു, അതിന്റെ വാസനയില്ല, അതിന് രുചിയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഈത്തപ്പഴം തുറക്കാനും അതിനോട് ഉപയോഗിക്കുന്നുണ്ട്. അത് മധുരമുള്ളത് കൊണ്ടല്ലേ, ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതിനെന്തില്ല, അതിന്റെ മണമില്ല. എന്ന് പറഞ്ഞാൽ മുഅ്മിന്റെ ഖൽബ് നന്നായിരിക്കും, പക്ഷെ അവന്റെ വരുന്ന സ്വഭാവം ഉണ്ടല്ല, പെട്ടെന്ന് ദേഷ്യം വരും. ആളുകളോടൊക്കെ ചതി ഉണ്ടാവും, പകയുണ്ടാവും. ആറ് മുഅ്മിൻ തന്നെയാണ്. അതായത് നമ്മളെ പോലെ പരിഷ്കാരന്റെ അതുണ്ട്, മുഅ്മിനാണ്. പക്ഷെ നമുക്ക് ആരോട് ചതിയില്ലാത്ത, എല്ലാരോടും ചതിയുണ്ട്. പച്ചവനാൾ പച്ചയായി കണ്ടാൽ നമുക്ക് പിന്നെ അവനോട് ഭയങ്കര എതിർപ്പാണ്, താല്പര്യം കുറവാണ്. അങ്ങനെ പച്ചയായി കണ്ടാൽ പിന്നെ ഓരോട് എപ്പോ നോക്കിയാൽ നമുക്ക് ഒരു ചതി ഉണ്ടാവും. പിന്നെ കിബർ പറയണ്ട. പിന്നെ എല്ലാ രൂപത്തിലുള്ള നമ്മുടെ കാരണം മണയില്ല, രുചിയുണ്ട്, മണയില്ല. ഇതാണ് ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ. ഇനി നമ്മൾ ഏതിൽ പെടണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. റസൂലുള്ളാഹി തങ്ങൾ ഇത് പഠിപ്പിച്ചതിന്റെ ലക്ഷ്യം, ഉദ്ദേശം, ഏത് വിഭാഗത്തിൽ നീ പെടണോ? ഓറഞ്ച് ആവണോ, അല്ല ഈത്തപ്പഴം കാരക്ക ആവണോ, അല്ല ഇനി എന്ത് പറയുന്നു? റസൂൽ പിന്നെയും പറഞ്ഞു, മസലുൽ മുനാഫിഖ്. ഒരു മുനാഫിഖായ മനുഷ്യന്റെ ഉപമ ഏതുപോലെയാണ്? ആള് മുനാഫിഖാണ്, പക്ഷേ അല്ലദീ യഖറഉൽ ഖുർആൻ. അവൻ ഖുർആൻ എപ്പോഴും ഓതുന്നുണ്ട്, പക്ഷെ ആള് ഒറിജിനൽ മുഅ്മിനല്ല, അവൻ മുനാഫിഖാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ ഉദാഹരണം ഏതുപോലെയാണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മസലുൽ കമസലി റൈഹാന. പുഷ്പം പോലെയാണ്, പൂ പോലെയാണ്. പൂ പോലെയാന്ന് പറയാൻ കാരണം നബി പറഞ്ഞു, അതിന്റെ മണം വളരെ നല്ല മണമാണ്, അല്ലെ? ഏത് പുഷ്പം എടുത്ത് നോക്കിയാലും അതിന് നല്ല ഒരു മണം ഉണ്ടാവും. എന്നാലോ അതിന്റെ രുചിയോ, ഏത് പൂ നിങ്ങൾ തിന്നു നോക്കിയാൽ അത് കൈപ്പയും. അതിന്റെ രുചി അത് കൈപ്പയാണ്. ഇതുപോലെയാണ് ഒരു മുനാഫിഖായ മനുഷ്യന്റെ ഉപമ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാല് അവന്റെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും, പക്ഷെ ഉള്ളു ശരീരം ഉണ്ടാക്കാൻ മുനാഫിഖല്ലേ. ഇത് അഭിമായ ഞങ്ങളുടെ കാലം തൊട്ടുണ്ട്. റസൂലുള്ളാഹിയെ വേണ്ടി നിസ്കരിച്ചിരുന്ന എത്രയോ ആളുകൾ മുനാഫിഖീങ്ങളായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഇപ്പൊ നല്ല റസൂലുള്ളാഹിയെ വേണ്ടി തന്നെ ഉണ്ട് അങ്ങനത്തെ ആളുകൾ.
ഇനി ഖിയാമത്ത് നാൾ വരെ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. നല്ല ഓർത്താണ്, എപ്പോ നോക്കിയാൽ ഖുർആനോത്താണ്, എല്ലാം ഉഷാറാണ്. പക്ഷെ എന്തില്ല, ഉള്ളു ശരിയില്ല. അതിന് സ്വഭാവം നല്ല സ്വഭാവമാണ്, കണ്ടാതിരിക്കും, സംസാരിക്കും, എന്ത് ചെയ്യാനും എന്ത് തട്ടാനും എല്ലാം ഒക്കെയാണ്, പക്ഷെ ഉള്ളു ശരിയില്ല. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. നാല് റസൂൽ പറഞ്ഞു, ഖുർആൻ ഓതാത്ത ഒരു മുനാഫിക്കിന്റെ ഉദാഹരണം, ഖുർആൻ ഓതൂല ആള് മുനാഫിക്കാണ്. ഏതുപോലെ റസൂൽ പറഞ്ഞു, കമത്തലിൽ അന്നര, ഓന്റെ ഉദാഹരണം കൈപ്പക്ക പോലെയാണ്. കൈപ്പക്ക നമുക്കിന്ന് എല്ലാ രോഗവും വരാൻ കാരണം അതാണ്. എല്ലാം ഒഴിവായി. പണ്ടുണ്ടായിരുന്നു ഒരു ദിവസം കൈപ്പക്കന്റെ കരി നമ്മളെ പറയും, പിന്നെ നല്ല പുളിയുള്ള കരി, പിന്നെ നല്ല എരിവുള്ള കരി, എല്ലാം മനുഷ്യന്റെ ശരീരത്തിൽ വരുമ്പോഴാണ് ആരോഗ്യം. പുലി വേണോ, എരിവ് വേണോ, പിന്നെ മധുരം വേണോ, കയ്പ വേണോ, എല്ലാം വേണം. ഇതാണ് കൈപ്പക്കന്റെ കരി. കൈപ്പക്ക തടിക്ക നല്ലതാണ്. പക്ഷെ റസൂൽ ഉദാഹരണമായി പറഞ്ഞ ആർക്കറിയോ, ഖുർആൻ ഓതാത്ത മുനാഫിഖ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, എന്താ കാരണം? പത്രവും അതിക്ക് മണമില്ല, അതിൽ രുചിയോ കൈപ്പയാണ്. മണമില്ല, അതിന്റെ രുചിയോ അത് കൈപ്പയും കൂടിയാണ്. ഇതാണ് ഖുർആൻ ഓതാത്ത മുനാഫിഖ്. ഏതായാലും നമുക്ക് എഴുതേണ്ടത് ആദ്യം പറഞ്ഞ വിഭാഗത്തിലാണ്. ഏത് വിഭാഗം? എപ്പോഴും ഖുർആൻ ഓതിയാൽ ഇവിടെ കൽബിന് വെളിച്ചുണ്ടാവും, ഇവിടെ ജീവിതത്തിൽ വർക്കത്തുണ്ടാവും, എല്ലാം ആത്താവും. മഹാന്മാർ പറഞ്ഞാലേ നിന്റെ ജീവിതത്തിൽ ഏറ്റവും നഷ്ടമുള്ള അനുഭവം പറയാൻ ചോദിക്കുന്നു. സാറെ ഇന്ന് മംഗലം വെച്ച് ഇത്ര ഡേറ്റ്, എപ്പോഴും 25 അല്ലെങ്കിൽ May 15 അന്ന് ദിവസം നല്ലോണ്ടോ സാറേ, നഷ്ടമുണ്ടോ അങ്ങനെ ചോദിക്കുന്നു ഒരാൾ. നഷ്ടം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നഷ്ടമുള്ള ദിവസങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും വലിയ നഷ്ടം അറിയോ, ഏറ്റവും വലിയ നഷ്ടം അറിയോ? മഹാന്മാർ പറഞ്ഞത്, നീ ഖുർആൻ ഓതാത്ത ദിവസമാണ് നിനക്ക് ഏറ്റവും വലിയ നഷ്ടമുള്ള ദിവസം. നീ ഖുർആൻ ഓതാതെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് വിജയിക്കൂലെന്നാണ്. ഞമ്മ ആരെങ്കിലും കുറ്റപ്പെടുത്തു, ഇത് പൊതുവിന്റെ കാര്യത്തിൽ പോയി പൊതു പൊട്ടി, എന്നിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇന്ന് സുബൈക്ക് ആരെ വീട് ഞാൻ നോക്കിയത്, ഓന്റെ വീട് ഞാൻ നോക്കി, പിന്നെ പൊതു തരാണ്, പിന്നെ ഞമ്മന്റെ കച്ചവടം ഉഷാറാണ്. ആരെ വീട് നോക്കിയിട്ടൊന്നുള്ളത്. പിന്നെ നീ ഖുർആൻ ഓതാത്ത പ്രശ്നമാണ്. നീ ഖുർആൻ ഓതാതെ ഇറങ്ങിയത് കൊണ്ടാണ് നിന്റെ കാര്യത്തിന്റെ നഷ്ടം വന്നത്. അത് വരും എന്ന് പഠിപ്പിച്ചവരാണ് മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ. എപ്പോഴും രാവിലെ എണീച്ച് ഒന്ന് ഖുർആനിന്റെ മുഖം നോക്കിയാൽ അന്ന് വലിയ ഐശ്വര്യമായിരിക്കും. നീ തൊട്ടത് മുഴുവൻ പൊന്നായിരിക്കും. നമുക്ക് എന്തുണ്ട്, ഹിന്ദുക്കൾ നോക്കും. ഹിന്ദുക്കൾ രാവിലെ എണീച്ചപാട് അവരെ ഹോട്ടലാണെങ്കിലും അവരെ മീഡിയ ആണെങ്കിലും ഓര് ചെയ്യുന്ന എന്താ, ഓരോ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അവർ ചെയ്യുന്ന എന്താ, ആദ്യ കച്ചവടമായ എത്ര കസ്റ്റമർ വന്നാലും ഒരു കൂട്ടാക്കൂല, ഓര് തുറന്ന ഒരു ദൈവത്തിന്റെ പേരെന്ന് പറഞ്ഞ് തുറന്ന്, എന്നിട്ടാണ് മറ്റേ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും പോലെ ദൈവത്തിന്റെ ഫോട്ടോ, അതിന്റെ മുതുവത്തിനെ കത്തിച്ച് വെച്ച് ഇങ്ങനെ കുടുങ്ങി അതവരെ കയ്യെല്ലാം പിടിച്ച് പിന്നെ ഒരു യുദ്ധം. അതെന്താ അവരിഷ്ടാൻ എന്താ, ഇത് ചെയ്ത ഐശ്വര്യമാണ്. ഞാൻ തുറക്കുമ്പോ ഒരു വിസ്മയില്ല, ഇരിക്കുമ്പോ ഒരു വിസ്മയില്ല. ആദ്യത്തെ പൈസ വരുന്നതിന്റെ ബോനിന്റെ പൈസ കൈ നീട്ടുന്ന പറയുന്നത്, അപ്പൊ മലയാളത്തിൽ കൈ നീട്ടുന്ന ബോനിന്റെ പൈസ. അതിന് വാങ്ങുമ്പോ ഒരു പൈസ ഇല്ല, ഇടുമ്പോ ഒരു വിസ്മയില്ല. ഇതാണ് നമ്മുടെ ജീവിതം. ഇനി പറയും വർക്കത്തില്ല, വേണ്ട വർക്കത്ത്. വർക്കത്താത്ത തന്നെങ്ങനെ അന്നാനെ സന്തോഷിപ്പിക്കണ്ടേ? അള്ളാനെ സന്തോഷിപ്പിക്കണമെങ്കിൽ അള്ളാന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സംസാരമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സംസാരമാണ്. അത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് വലിയ ഐശ്വര്യം. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഏത് കാര്യത്തിലാണെങ്കിലും അത് ചെയ്താൽ വലിയ ബർക്കത്തുണ്ടാവും. അതാണ് നമുക്ക് തൗഫീഖ് ചെയ്യാം. ഖുർആനെ സ്നേഹിക്കാനും ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാനും അല്ലാഹുവേ നമുക്ക് ഈമാൻ നൽകണേ. അല്ലാഹ് പരിശുദ്ധമായ റമദാനിന്റെ ഒരു ഭാഗം നമ്മിൽ നിന്ന് വിടവാൻ ഈ ചെറിയ കുറച്ച് ദിവസങ്ങൾ എങ്ങനെ പോകുമെന്നില്ല. കുറച്ചതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിന്റെ ഖുർആൻ മുഴുവനുമായി നോക്കി ഓതി തീർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്. തൗഫീഖ് താ റബ്ബേ. ഈ ഖുർആൻ ഒരിക്കലെങ്കിലും ഈ റമദാനിന്റെ പുതിയ ദിവസങ്ങളിൽ ഓതി തീർത്തില്ലെങ്കിൽ, അതില്ലെങ്കിൽ ഓതാൻ കഴിയാത്തവർ ഓരോ പേജുകൾ ഇങ്ങനെ നോക്കി മരിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ അതിന്റെ പേജുകൾ മരിച്ചു തീർത്തില്ലെങ്കിൽ അല്ലാഹ് ഞങ്ങളുടെ വലിയ നഷ്ടക്കാരായിരിക്കും. ആ രൂപത്തിലുള്ള പരാജയപ്പെട്ട ആളുകളിൽ ഞങ്ങളെ നീ പെടുത്തല്ലോ എന്നാണ്. നീ പെടുത്തല്ലേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞ് വസീയത്ത് ചെയ്തവരാണ്. ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗികളുടെ ശിഫ നൽകണേ അല്ലാഹ്. കടക്കാരുടെ കടങ്ങളെ വീട്ടിൽ തരണേ അല്ലാഹ്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങളിൽ ബേജാറുകൾ അകപ്പെട്ടവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ ദിവസമാണ് ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇനിയുള്ള ആയുസ്സുകാലങ്ങൾ കഴിവിന്റെ പരമാവധി തെറ്റുകൾ ചെയ്യാതെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം താ അല്ലാഹ്. ഓരോ ദിവസവും ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് നോമ്പ് തുറക്ക് വേണ്ടി സഹായിക്കുന്നവരാണ്. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ മുറാദ് ഹാസിലാക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഓരോ ദിവസവും അതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. പടച്ചോനെ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്.
പടച്ചവനെ ഇടവിടാതെ റമദാനിന്റെ 1 മുതൽ ഈ ദിവസം വരെ എപ്പോഴും പടച്ചവനെ കഞ്ഞി കൊണ്ടുവരുന്ന വീട്ടുകാരനല്ല പടച്ചവനെ. അതാണ് നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാണ്, അവർക്ക് വലിയ ഖൈറ് നൽകണേ അല്ല. അത് നൽകുമ്പോൾ അവരുടെ മനസ്സിലുള്ള നീയത്ത് എന്താണ് അത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ല. നിസ്കാരത്തിന്റെ ഇടയിൽ കുടിക്കാനുള്ള വെള്ളത്തിന്റെ സംവിധാനം ഉണ്ടാക്കി തരുന്ന ആളുകൾ കൗസരിന്റെ വെള്ളം കുടിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. കുടിക്കുന്ന ഞങ്ങൾക്ക് നോമ്പ് തുറന്ന് ഞങ്ങൾക്കും വലിയ ബർക്കത്ത് നൽകണേ അല്ല. പടച്ചവനെ യാ അല്ലാഹ്, വലിയ പ്രതീക്ഷയോടെ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ നിന്റെ പള്ളിയുടെ പല പദ്ധതികളും ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാർ രൂപീകരിച്ചതാണ് റബ്ബേ. പടച്ചവനെ അത് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അതിന് വേണ്ട സമ്പത്ത്, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും യാ അല്ലാഹ് നീ അത് പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. നിന്റെ ഖസനാവ് വലുതാണല്ലോ. ചിലപ്പോ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവൂല, പക്ഷെ നിന്റെ ഖസനാവിനുണ്ടല്ലോ റബ്ബേ. മുഅ്മിനീങ്ങൾക്ക് അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള നല്ല മനസ്സ് കൊടുക്കണേ റബ്ബാൻ. എത്രയോ ആളുകളുണ്ട് മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നവർ, മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവർ. അതുപോലെ അല്ലാഹ് മരിച്ചുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി പള്ളിയുടെ വലിയ കാര്യം ഏറ്റെടുത്തത് നടപ്പിൽ വരുന്ന വിശ്വാസികൾക്ക് നീ മനസ്സ് കൊടുക്കണേ അല്ലാഹ്, സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്, ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ അറബിന്റെ ഭൂമിയിലുള്ള നമ്മുടെ ഒരുപാട് നാട്ടുകാർ ആഫിയത്ത് നൽകുന്ന ആരോഗ്യം നൽകുന്നത് അവർ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ സ്വീകാര്യതയുള്ള ഇബാദത്തുകളാക്കണേ അല്ലാഹ്. അവരുടെ ദുആയിൽ നമ്മെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. ഒരുപാട് ആളുകൾ ഇന്നലെ നമ്മുടെ വാലിൽ ഒരു ഉമ്മ മരിച്ചുപോയി, കുഞ്ഞാമിന എന്ന പേരുള്ള ഒരു ഉമ്മ. ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ സ്നേഹിക്കുന്ന ഒരു ഉമ്മ മരിച്ചുപോയി, ആസിയമ്മ എന്ന പേരുള്ള ഒരു ഉമ്മ. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ഉമ്മമാരിൽ പലരും മരിച്ചുപോയവരാ. പടച്ചോനെ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും സ്വർഗീയ ലോകവും ഉന്നത ദാതയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ صلى الله عليه وسلم. أشهد أن لا إله إلا الله، أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.